സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ശബരിമല സന്നിധാനത്തെത്തും. ശാസ്ത്രീയ പരിശോധനയ്ക്കായി സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. 2 ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ പരിശോധന 2 ദിവസങ്ങളോളം ഈ പരിശോധന നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ പത്തനംതിട്ട ബ്യൂറോ അറിയിക്കുന്നു. ഷിജോ കുര്യൻ തത്സമയം ചേരുകയാണ്. ഷിജോ, ഗുഡ് മോർണിംഗ്. ശരിക്കും യഥാർത്ഥത്തിൽ ഈ കോടതികളിൽ നിന്നൊക്കെ തന്നെ വല്ലാത്ത കമന്റുകൾ ക്ഷണിച്ചു വരുത്തുകയാണ് ഈ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള വിവാദം. പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. എസ് കെ എൻ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഹൈക്കോടതിക്കടക്കം ഇക്കാര്യത്തിനകത്ത് വലിയ തരത്തിലുള്ള ഒരു അതൃപ്തിയുണ്ട്. ഓരോ തവണയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള വിമർശനം ഹൈക്കോടതിയും സുപ്രീം കോടതിയും അടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ശബരിമലയിൽ നിന്ന് മുഴുവൻ കൊണ്ടുപോയില്ലേ എന്നുള്ള ചോദ്യം കോടതി വിഷമത്തോടു കൂടി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. നേരത്തെ SIT സംഘം സന്നിധാനത്ത് വന്ന്, അതായത് ഈ മണ്ഡലകാലം കഴിഞ്ഞ മണ്ഡലകാലം കഴിയുന്ന ആ ഒരു ദിവസം തന്നെ SIT സംഘം സന്നിധാനത്ത് വന്ന് ഒരു തവണ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയതാണ്. ഇന്നിപ്പോൾ വീണ്ടും SIT സംഘം ഉച്ചയോടുകൂടി പമ്പയിലെത്തി അവിടെ ഒരു അവലോകന യോഗം ചേർന്നതിന് ശേഷം വൈകിട്ടോടുകൂടിയായിരിക്കും SIT സംഘം സന്നിധാനത്ത് എത്തുക. നാളെയും മറ്റന്നാളത്തും സന്നിധാനത്ത് വളരെ വിശദമായിട്ടുള്ള പരിശോധന SIT നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും, അതായത് സ്വർണത്തിന്റെ അളവ് കുറഞ്ഞ കാര്യത്തിലടക്കം ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന SIT സംഘം സന്നിധാനത്ത് നടത്തും. അതായത് ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് അത് കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കും. നേരത്തെ VSSലൊക്കെ കൊണ്ടുപോയി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ്. പിന്നീട് സംസ്ഥാനത്തിന് പുറത്തുള്ള വളരെ വിദഗ്ധമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് പരിശോധന നടത്താനുള്ള ആലോചന കൂടി SIT സംഘം സ്വീകരിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഒരു അനുമതി കൂടി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും കേരളത്തിൽ പുറത്തെവിടെ കൊണ്ടുപോയി ഇത് പരിശോധന നടത്തണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അതിനു മുന്നോടിയായിട്ട് സന്നിധാനത്ത് വന്ന് ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുക. അതിന്റെ അളവിലും തൂക്കത്തിലും ഏതൊക്കെ രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട്, അതായത് ഇവിടുന്ന് സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോകുന്നു, അതിനുശേഷം നേരത്തെ എത്ര കിലോ സ്വർണം പൂശിയിരുന്നു, അതിന്റെ അളവ് കുറച്ചിട്ടാണോ വീണ്ടും അവിടെ കൊണ്ടുവന്ന് അത് സ്ഥാപിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് കൃത്യമുള്ള ശാസ്ത്രീയ പരിശോധനകൾ കൂടി വിധേയമാക്കണം. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് 2ാം തവണ SIT സംഘം സന്നിധാനത്ത് വരുന്നത്. നേരത്തെ കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി സന്നിധാനത്ത് വന്ന SIT സംഘം അവിടെ വളരെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിനകത്ത് സ്ട്രോങ് റൂമിലടക്കം സൂക്ഷിച്ചിരുന്ന സ്വർണ്ണപ്പാളികളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് അവിടുന്ന് SIT സംഘം മടങ്ങിയത്. പക്ഷേ ഇപ്പോൾ വരുന്നത് ഒരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ കൂടിയാണ്. അതായത് കോടതിക്കടക്കം ഇതിനകത്ത് വലിയ സംശയങ്ങളുണ്ട്. അത് ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി 2 ദിവസമായിരിക്കും SIT സംഘം സന്നിധാനത്ത് തങ്ങി വളരെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുക, സാമ്പിളുകൾ ശേഖരിക്കുക. ഇത് ഏറ്റവും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സാമ്പിൾ ശേഖരണവും പരിശോധനയും ഒക്കെ ആയിരിക്കും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.